ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വിനി, ഗവൺമെൻറ് ITI മലമ്പുഴയിലെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് ട്രേഡിലെ ഒരു ഇൻസ്ട്രക്ടറാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ വിവിധ ട്രേഡുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് ട്രേഡിലെ സെക്കൻഡ് സെമിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റിൽ എറർ ഹാൻഡ്ലിംഗ് ഇൻ ജാവാസ്ക്രിപ്റ്റ് എന്ന ഭാഗമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എറർ എന്താണെന്ന് അറിയാലോ എല്ലാവർക്കും. പ്രോഗ്രാം ചെയ്യുമ്പോൾ പലതരത്തിലുള്ള എറേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. പ്രോഗ്രാം ചെയ്യുമ്പോൾ ചിലപ്പോൾ സെമിക്കോളൻ ഇടാൻ മറക്കും, ഒരുപാട് ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ. ജാവാസ്ക്രിപ്റ്റ് കേസ് സെൻസിറ്റീവ് ആണ്. അപ്പം വേരിയബിൾ ഡിക്ലറേഷനൊക്കെ ചിലപ്പോൾ ബി ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എറർ വരാറുണ്ട്. അപ്പം ഈ എറേഴ്സ് എത്ര തരം എറേഴ്സ് ഉണ്ട്, എങ്ങനെയാണ്, അതിനെ പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. When executing JavaScript code, different errors can occur. Error can be coding error made by the programmer or error due to wrong input. പലതരത്തിലുള്ള എററുകളും വരാം. അത് പ്രോഗ്രാമർ കോഡ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന എന്തെങ്കിലും തെറ്റുകൾ, അയാൾ ചിലപ്പം എന്തെങ്കിലും മിസ്സിങ് അല്ലെ, സെമിക്കോളൻ ഇടാനോ അല്ലെങ്കിൽ സ്പെല്ലിങ് തന്നെ ചിലപ്പോൾ തെറ്റാം, അങ്ങനെയൊക്കെ എറേഴ്സ് വരാം. അങ്ങനെ എറേഴ്സും പിന്നെ ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന റോങ് ഇൻപുട്ടുകൾ വഴി വരുന്ന എറേഴ്സും ആയിരിക്കാം. ഇപ്പോൾ രണ്ട് നമ്പർ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി രണ്ട് നമ്പേഴ്സ് നമ്മൾ ഇൻപുട്ട് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററും കൊടുക്കണമല്ലോ. ഡിനോമിനേറ്റർ നമ്മൾ 0 ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 3/0 ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പം അത് ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന എററാണ്. സാധാരണ അങ്ങനെ 0 കൊടുക്കാതെ 4/2 ഒക്കെയാണ് കൊടുക്കണമെങ്കിൽ 4ഉം 2 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. പക്ഷെ അത് ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന റൺ ടൈമിൽ വരുന്ന എറേഴ്സ് വരാം. അങ്ങനെ പലതരത്തിലും എററുകൾ വരാം. ഇപ്പം എത്ര തരം എറർ ഉണ്ട്, എന്തൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടൈപ്സ് ഓഫ് എറേഴ്സ്. There are 3 types of errors in programming: syntax errors, runtime error and logical errors. ഓരോന്നും എന്താണെന്ന് നോക്കാം. സിൻടാക്സ് എറർ. സിൻടാക്സ് എറർ, ഓൾസോ കോൾഡ് പാർസിംഗ് എറർ, occur at the compile time in JavaScript. കമ്പൈലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതുന്നത് കമ്പ്യൂട്ടറിന് അതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും, അത് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതിനെയാണ് കമ്പൈലേഷൻ അല്ലെങ്കിൽ ഇൻ്റർപ്രിറ്റേഷൻ എന്നൊക്കെ പറയുന്നത്. ഇപ്പം കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ഓരോ വേർഡ്സ്, ഇപ്പോൾ ഒരു ജാവാസ്ക്രിപ്റ്റിൽ എഴുതിയ ഒരു പ്രോഗ്രാം ആണെങ്കിൽ ഇപ്പോൾ VAR എന്ന് കാണുമ്പോൾ അതൊരു വേരിയബിൾ ഡിക്ലറേഷനുള്ള കീവേഡാണെന്ന് മനസ്സിലാക്കി അതിനുള്ള കൺവേർഷൻ നടക്കും. അപ്പോൾ നമ്മൾ സ്പെല്ലിംഗ് തെറ്റ് എഴുതുകയോ എഴുതി കഴിഞ്ഞാൽ അപ്പോൾ അതിൽ കമ്പൈൽ ചെയ്യുമ്പോൾ അത് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല മെഷീൻ ലാംഗ്വേജിൽ. അപ്പോൾ തന്നെ കമ്പൈലേഷൻ ടൈമിൽ തന്നെ അത് എററായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ജാവാസ്ക്രിപ്റ്റിൽ ഓരോ ലൈനും ഓരോ സ്റ്റേറ്റ്മെൻറ്റും കഴിയുമ്പോൾ സെമിക്കോളൻ ഇടണം എന്നാണ് അതിൻ്റെ റൂള്. അപ്പോൾ നമ്മൾ ആ സിൻടാക്സ് അങ്ങനെയാണ്. ഓരോ ലൈനും ഓരോ സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പോഴും ഈ പ്രോഗ്രാമിൽ നമ്മൾ ശ്രദ്ധിച്ചറിയാം, VAR വേരിയബിൾ ഡിക്ലറേഷനിൽ A എന്ന വേരിയബിളിൽ 3, B 5 കൊടുത്തിട്ടുണ്ട്, Cയിൽ വാല്യൂ ഒന്നുമില്ല. ആ വേരിയബിൾ ഡിക്ലറേഷൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പോൾ സെമിക്കോളൻ കിട്ടും. അടുത്തത് CCLയുടെ A+B, അത് കഴിഞ്ഞ് ശരിക്കും ഒരു സെമിക്കോളൻ വേണം. ഈ പ്രോഗ്രാമർ സെമിക്കോളൻ ഇടാൻ മറന്നുപോയി, മിസ്സിംഗ് ആണ് ഹിയർ, മിസ്സിംഗ് സെമിക്കോളൻ. അപ്പോൾ ഇതൊരു എററാണ്, പ്രോഗ്രാം വർക്ക് ചെയ്യില്ല ചെയ്ത് കഴിഞ്ഞാൽ. അതിനെയാണ് നമുക്ക് സിൻടാക്സ് എററാണ്. ഇതൊക്കെ ഇത്തരം എററുകളാണ് സിൻടാക്സ് എറർ. കോഡിങ് ടൈമിൽ പ്രോഗ്രാമർ മിസ് ചെയ്തിട്ട് വരുന്ന എന്തെങ്കിലും എറേഴ്സാണ് സിൻടാക്സ് എറേഴ്സ്. ഓരോ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു സിൻടാക്സ് ഉണ്ട്, അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ്. ഇപ്പോൾ ഇഫ് എഴുതുമ്പോൾ ഇഫ് ബ്രാക്കറ്റിൽ വേണം ഒരു ചെക്കിങ് ഉണ്ടെങ്കിൽ അത് എഴുതേണ്ടത്. എൽസ് എന്നുള്ള കീവേഡ്, അത് ഒന്നുകൂടി സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ കേളി ബ്രാക്കറ്റിലിടണം. അങ്ങനെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക, അങ്ങനെ കുറച്ച് സിൻടാക്സ് ഉണ്ട്. അത് നമ്മൾ ബ്രാക്കറ്റ് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാൻ മറക്കുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എററായിരിക്കും, സിൻടാക്സ് എറർ വരും. ഈ റൺ ടൈം എറർ. റൺ ടൈം എറേഴ്സ്, ഓൾസോ കോൾഡ് എക്സെപ്ഷൻസ്, occur during execution after compilation അല്ലെങ്കിൽ ഇൻ്റർപ്രിറ്റേഷൻ. ആദ്യം നമ്മളെ പ്രോഗ്രാം നമ്മൾ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൽ ഏതിലെഴുതിയ പ്രോഗ്രാം ആണെങ്കിലും അത് ആദ്യം മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അതിനെയാണ് കമ്പൈലേഷൻ അല്ലെങ്കിൽ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത്
അത് കഴിഞ്ഞതിന് ശേഷമാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കുക. പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ചോ അല്ലെങ്കിൽ പ്രോഗ്രാമിലെ ചെറിയ എറേഴ്സ് ഉള്ള എററുകൾ അനുസരിച്ചോ വരുന്ന എറേഴ്സാണ് റൺ ടൈം എറേഴ്സ്. For example, the following line caused runtime error because here the syntax is correct, but at runtime it is trying to call a method that does not exist. ഇവിടെ window.printme ഇങ്ങനൊരു മെത്തേഡ് ഇതിലില്ല, അത് നമ്മളത് കോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു റൺ ടൈം എറർ വരും. ലോജിക്കൽ എറേഴ്സ് നമ്മുടെ ലോജിക്കലായിട്ട് ഇപ്പം നമുക്ക് 2 നമ്പറിൻ്റെ വലുത് കാണണമെങ്കിൽ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, അങ്ങനെ ഒരു ലോജിക്കൽ ആയിട്ട് നമ്മൾ ചിന്തിച്ചാണ് നമ്മൾ ആ പ്രോഗ്രാം എഴുതുന്നത്. പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിൻ്റെ അതിൽ വരുന്ന തെറ്റുകൾ, ഇപ്പം നമുക്ക് ഒരു നമ്പർ ഒരു ഇയർ എൻ്റർ ചെയ്തു, അത് ലീപ്പ് ഇയർ ആണോ അല്ലേ എന്നറിയണം. ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഫെബ്രുവരിയിൽ 29 ദിവസം ഉണ്ടോ എന്നറിയണം. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ചെയ്യണ ഇതൊരു പ്രോഗ്രാം കൂടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ 1997 അതാണ് കൊടുക്കണം. അതിനെ 4 ശരിക്കും ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ 4 വർഷം കൂടുമ്പോഴാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ 0 ആണോ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത് ലീപ്പ് ഇയർ ആണോ അല്ലേന്ന്. അപ്പോൾ 1996 ആയിരുന്നെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എടുക്കാം നോക്കാം. പക്ഷെ ഒരു പ്രോഗ്രാമർക്ക് ആ ലോജിക്ക് അയാൾ തെറ്റി എന്നുവെച്ചാൽ റിമൈൻഡർ എടുക്കണം എന്നുള്ളതല്ല, 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അങ്ങനെ ഒരു അതാണ്, അതിൻ്റെ കോഷ്യൻ്റ് ആണ് എടുക്കുക എന്നുള്ള അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. കോഷ്യൻ്റ് ആയിരിക്കും എന്നുള്ളൊരു ഇതിൽ അയാൾ അങ്ങനെ പ്രോഗ്രാം എഴുതിപ്പോയി. ഇവിടെ നമ്മൾ y/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൈൻഡർ അല്ല കോഷ്യൻ്റ് ആണ് കിട്ടണേ. അപ്പോൾ കോഷ്യൻ്റ് നോക്കി അറിയാൻ പറ്റില്ലല്ലോ, അത് അയാളുടെ ലോജിക്കിൽ വന്ന തെറ്റ്. ഇനിയിപ്പോൾ അഥവാ അയാൾ ലോജിക്ക് അനുസരിച്ച് റിമൈൻഡർ തന്നെ എടുക്കണം, ഇവിടെ പൈക്ക് പകരം പെർസെൻറ്റേജ് ഇട്ട് റിമൈൻഡർ എടുത്തു എന്ന് വിചാരിക്കുക. എന്നിട്ട് ചെയ്താലും ഒരു ലീപ്പ് ഇയറിൽ 100 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ 1500 എന്നുള്ള വർഷമായിരുന്നു നോക്കിയ. അപ്പോൾ 100ൻ്റെ മൾട്ടിപ്പിൾസ് അല്ല, 1500, 1600, 1700, ഇനി 1700 ഈ വർഷങ്ങളൊക്കെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കിക്കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. റിമൈൻഡർ 4 ആണ്, പക്ഷേ അത് 100ൻ്റെ 100 കൊണ്ടും കൂടി ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 400 കൊണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് നോക്കണം. അങ്ങനെ ഒരു റൂളുണ്ട്. അതറിയില്ല, അങ്ങനെ അറിയില്ലെങ്കിൽ ആ പ്രോഗ്രാമർ അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ അപ്പം നമ്മൾ ഒരു 1700 എന്നുള്ള വർഷം കൊടുത്തു, അല്ലെങ്കിൽ 2100 എന്നുള്ള വർഷം കൊടുത്തു. 2100 അത് 4 കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ റിമൈൻഡർ 0 ആയിരിക്കും. പക്ഷെ 2100 ഒരു ലീപ്പ് ഇയർ അല്ല. അപ്പം 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രം പോരാ, അത് 100 കൊണ്ട് കൂടി ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 400 കൊണ്ട് കൂടി ഡിവൈഡ് ചെയ്യാം. സെഞ്ചുറീസ് ആണെങ്കിൽ സെഞ്ചുറികൾ 400 കൊണ്ട് കൂടി ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഒരു ലോജിക്ക് ആ പ്രോഗ്രാമിൻ്റെ ലോജിക്കിൽ വന്ന തെറ്റായിരിക്കും. അത്തരം എറേഴ്സൊക്കെ അത്ര പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. റൺ ടൈം എറേഴ്സിനെ ക്യാച്ച് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ലോജിക്കൽ എറേഴ്സ് ക്യാൻ ബി ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടൈപ്പ് ഓഫ് എറേഴ്സ് ടു ട്രാക്ക് ഡൗൺ. These errors are not the result of a syntax or runtime error. Instead, they occur when you make a mistake in the logic that drives your script and you do not get the result you expected. You can't catch those errors because it depends on your requirement, what type of logic you want to put in your program. അപ്പം റൺ ടൈം എറേഴ്സിനെ മാത്രം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രോഗ്രാമിൽ എറർ ഹാൻഡ്ലിംഗ് മെത്തേഡ്സ് ഉണ്ട്. അതാണ് ത്രോ ആൻഡ് ട്രൈ ടു കാച്ച് ദി ഫോർ റൺ ടൈം എറേഴ്സിന്. ദി ട്രൈ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് എ ബ്ലോക്ക് ഓഫ് കോഡ് ഫോർ എറേഴ്സ് ആൻഡ് ദി കാച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു ഹാൻഡിൽ ദി എറേഴ്സ്. ഈ പ്രോഗ്രാം നോക്കുക, 2 നമ്പർ ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരു ഫംഗ്ഷൻ ഈ പ്രോഗ്രാമിൽ എഴുതിയിട്ടില്ല. എന്നിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ ആഡ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുമോ? ആഡ് എന്നുള്ള ഫംഗ്ഷൻ എഴുതിയിരുന്നെങ്കിൽ ആഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എറർ ആയിരിക്കും വരാം. അപ്പോൾ ഈ എറർ എങ്ങനെയാണ് എന്താണെന്ന് നോക്കാൻ വേണ്ടി എറർ മെസ്സേജ് കാണാൻ ട്രൈ എന്നുള്ള കോഡിനകത്ത് ട്രൈ എന്ന് എഴുതിയിട്ടുള്ള ഭാഗത്ത് നമ്മൾ എഴുതാൻ പോകുന്ന കോഡ് ഏതാണ്, എറർ വരാൻ സാധ്യതയുള്ള
ഭാഗത്ത് കോഡുകൾ നമ്മൾ ട്രൈ എന്നുള്ളതിൽ എഴുതാം. എന്നിട്ട് ആ ട്രൈയിൽ ഇതിൽ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ ക്യാച്ച് എന്നുള്ള കോഡിലേക്ക് വരും. ക്യാച്ച് ആ എറർ മെസ്സേജ് എറർ എന്ന് എഴുതിയാലും മതി, ഒരു ഒബ്ജക്റ്റാണ് അവിടേക്ക് വരുന്നത്. ഡോട്ട് മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്ത് എററായിരുന്നു എന്നുള്ള മെസ്സേജ് വരും. ഒരു ഒബ്ജക്റ്റാണ്, അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും സ്ക്രീനിൽ ഡിസ്പ്ലേ? ആഡ് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്നുള്ളൊരു മെസ്സേജ് സ്ക്രീനിൽ ഡിസ്പ്ലേ അലർട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. പാരന്റ് മെസ്സേജ് എന്താ? ആഡ് എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല, ആഡ് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്നുള്ള മെസ്സേജ് വരും. JavaScript catches add as an error and execute the catch code. ക്യാച്ചിൽ നമ്മൾ എഴുതിയത് എറർ വന്നു കഴിഞ്ഞ് ഈ ക്യാച്ച് എന്നുള്ള ഈ സെക്ഷനിൽ എഴുതിയിട്ടുള്ളത് എന്താണോ അത് ഡിസ്പ്ലേ ചെയ്യും, വർക്ക് ചെയ്യും. JavaScript throws errors. When an error occurs, JavaScript will normally stop and generate an error message. This is technically called throw an exception, throw an error. JavaScript will actually create an error object with two properties, name and message. ഈ ERR എന്ന് പറഞ്ഞൊരു എറർ ഒബ്ജക്റ്റ് ആണ്. അതിന് നെയിം എന്നും മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. കഴിഞ്ഞ പ്രോഗ്രാമിൽ നമ്മൾ ERR ഡോട്ട് മെസ്സേജ് എന്ന് പറഞ്ഞാൽ എറർ മെസ്സേജ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വന്ന മെസ്സേജ് ഒരു എന്തായിരുന്നു ആ മെസ്സേജ്? നമ്മളുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുള്ളത്. നമ്മൾക്ക് കൊടുക്കാം, നമ്മളുടേതായ മെസ്സേജ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ദി ത്രോ സ്റ്റേറ്റ്മെന്റ് അലൗസ് യു ടു ക്രിയേറ്റ് എ കസ്റ്റം എറർ. എങ്ങനെ വേണം എറർ മെസ്സേജ് എന്ത് വേണം എന്ന് നമുക്ക് കൊടുക്കാം. ഇപ്പം ഇതൊരു പ്രോഗ്രാമാണ്, നമ്മൾ രണ്ട് നമ്പർ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം. ഈ നമ്പേഴ്സ് നമുക്ക് വേണമെങ്കിൽ ഇൻപുട്ട് ചെയ്യാം. ഞാൻ വേരിയബിളിൽ തന്നെ വാല്യൂ ഇവിടെ വെക്കുകയാണ്. ഇപ്പം എ എന്ന് പറയുന്നത് 5b0. ഇവിടെ a/b എന്ന് പറയുമ്പോൾ 5/0 ആണ് വരാം. ഡിവിഷൻ 0 കൊണ്ടുള്ള ഡിവിഷൻ ഒരു എറർ ഉണ്ടാക്കാം. ഇപ്പോൾ പ്രോഗ്രാമിൽ നമ്മൾ ട്രൈ ക്യാച്ച് ഒന്നും കൊടുക്കാതെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ള ഒരു പ്രോഗ്രാമിൽ എവിടെയെങ്കിലും നമ്മൾ ഡിവൈഡ് ചെയ്യാൻ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ചാൽ അതൊരു എററായി മാറുകയും അതിന് താഴെയുള്ള ഭാഗമൊന്നും വർക്ക് ചെയ്യാതെ പെട്ടെന്ന് പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മൾക്ക് ഇത്തരം എറർ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളെ ഒരു ട്രൈ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ട്രൈ ബ്ലോക്കിൽ കൊടുക്കുന്നു. ഇപ്പോൾ a/b എന്നുള്ള കോഡാണ് എറർ വരാൻ സാധ്യത. ട്രയൽ കൊടുത്തു. അപ്പം എത്ര തരം എറേഴ്സ് വരാം, ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് ക്യാച്ച് ചെയ്യാം ഓരോ തരത്തിൽ. ത്രോ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഇഫ് b is equal to 0, നമ്മൾ കൊടുത്ത ഇൻപുട്ട് b 0 ആണെങ്കിൽ ഒരു എറർ മെസ്സേജ് ത്രോ നമ്മളൊരു വാല്യൂ പാസ് ചെയ്യണം, അതായിരിക്കും ERRലേക്ക് വരാം. ഇവിടെ ഡിവിഷൻ ബൈ 0 എന്ന് പറയും. ഇനി നമുക്ക് ഇതൊരു എന്തെങ്കിലും ആവറേജ് ഓഫ് ഇതോ കാണാനാണെങ്കിൽ ഒരിക്കലും നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കില്ല നമുക്ക് കിട്ടേണ്ടത്. ഡിനോമിനേറ്റർ ഒരിക്കലും നെഗറ്റീവ് വാല്യൂ വരാത്ത തരത്തിലായിരിക്കണം ഈ പ്രോഗ്രാം ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ 0യേക്കാളും ചെറിയൊരു വാല്യൂ ആണ് ബിയിലേക്ക് കൊടുക്കണമെങ്കിൽ നമുക്കൊരു മെസ്സേജ് നെഗറ്റീവ് നമ്പർ കൊടുക്കരുത് എന്നുള്ള തരത്തിലൊരു മെസ്സേജ് കൊടുക്കാം. അപ്പോൾ ആ മെസ്സേജ് അങ്ങനെ നമുക്ക് ഓരോന്നും കസ്റ്റമൈസ് നമുക്ക് നമ്മളുടെ ഇതിനനുസരിച്ച് പ്രോഗ്രാമിലെ ആവശ്യത്തിനനുസരിച്ച് ഓരോ തരത്തിലും നമുക്ക് എറർ മെസ്സേജ് ഇങ്ങനൊരു കണ്ടീഷൻ വന്നാൽ ഇങ്ങനൊരു എറർ മെസ്സേജാണ് വരേണ്ടത്, അങ്ങനെ ചെയ്യാം. ത്രോ സ്റ്റേറ്റ്മെന്റ് അലൗ യു ടു ക്രിയേറ്റ് എ കസ്റ്റം എറർ. ട്രൈ, ക്യാച്ച്, ത്രോ ഈ വാക്കുകളൊക്കെ പഠിച്ചു. ഇനി ഫൈനലി എന്ന് പറയുന്ന ഒരു വേർഡും കൂടി ഉണ്ട്. The finally statement lets you execute code after try, catch and regardless of the result. ഇവിടെ ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ തൊട്ട് മുന്നത്തെ പ്രോഗ്രാമിൽ ഇവിടെ b0 ആണെങ്കിൽ പിന്നെ അതിന് താഴെയുള്ള ഇതൊന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. അതിന് താഴെ വരുന്ന c is equal to a/b എന്നുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യില്ല. എവിടെയാണ് നമ്മൾ പറയുന്ന ത്രോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എക്സിക്യൂഷൻ നേരെ ക്യാച്ചിലേക്ക് വരും. ഇനി താഴെയുള്ളത് എക്സിക്യൂട്ട് ചെയ്യില്ല. പക്ഷേ ഫൈനലി എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് നമ്മൾ എഴുതുന്നു. ഫൈനലി എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ എറർ വന്നാലും ഇത് കഴിഞ്ഞിട്ട് ക്യാച്ച് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാലും ഫൈനലിലേക്ക് വരും. ഇനി അഥവാ എററൊന്നും വന്നില്ല, നേരെ എക്സിക്യൂഷൻ പോവുകയാണെങ്കിലും ഫൈനലിലേക്ക് വരും. എററൊന്നും ഇല്ലെങ്കിൽ പിന്നെ ക്യാച്ച് എന്നുള്ള ബ്ലോക്കിലേക്ക് വരില്ല. ട്രയൽ ചെയ്യേണ്ട കാര്യം എററൊന്നും ഇല്ല. പറഞ്ഞ കാര്യം എന്താണ്, c is equal to a/b ആണെങ്കിൽ അത് ചെയ്യുന്നു, ട്രൈ എന്നുള്ളതിന് പുറത്തേക്ക് വരുന്നു.
എന്നാൽ ഫൈനലി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഈ ട്രയൽ ബ്ലോക്കിൽ ചെയ്തത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനലിയിലേക്ക് വരും. എറർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫൈനലി എന്നുള്ള ഭാഗത്ത് എന്താണോ കൊടുക്കുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യും. ചില കേസുകളിൽ നമ്മളിപ്പോൾ ഒരു ഫയലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് എന്തെങ്കിലും പ്രോഗ്രാമിൽ വേറൊരു ടെക്സ്റ്റ് ഫയലോ എന്തെങ്കിലും ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും എറർ വന്ന് പെട്ടെന്ന് നമ്മളത് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫയൽ ക്ലോസ് ചെയ്യാനുള്ള കോഡ് ഈ ട്രൈനകത്താണ് എഴുതിയെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യില്ല. ഫയൽ ക്ലോസ് ചെയ്യാതെ പ്രോഗ്രാം ഇതിൽ നിന്ന് ട്രൈ സെക്ഷനിൽ നിന്ന് ക്ലോസ് ആവും. പക്ഷെ ഫൈനലി നമ്മൾ ഫയൽ ക്ലോസ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും എറർ വന്നാലും ഫൈനലി സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഈ പ്രോഗ്രാമിൽ നോക്കാം, ഇതുപോലെ തന്നെ നമ്പർ ഡിവൈഡ് ചെയ്യുന്നു, ക്യാച്ച് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് ക്യാച്ച് ചെയ്യുന്നു. ഫൈനലി നമ്മൾ ജസ്റ്റ് അലേർട്ട് ബൈ അങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കൊടുത്ത നമ്പർ വാല്യൂ 0 ആയിരുന്നെങ്കിൽ ഇവിടെ ഈ C=A/B എന്നുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യില്ല. ഇവിടെ നമ്മൾ പെട്ടെന്ന് ഡിവിഷൻ ബൈ 0 എന്നും പറയും. അത് കഴിഞ്ഞിട്ട് ബൈ എന്ന് പറഞ്ഞിട്ട് എക്സിറ്റ് ചെയ്യും. ഇനി അതല്ല 0 അല്ല, നമ്മളിവിടെ 5 കഴിഞ്ഞിട്ട് ബിക്ക് 5 എന്നുള്ള വാല്യൂ ആണെങ്കിൽ 5/5 1 എന്നുള്ള റിസൾട്ട് വരും. അത് പ്രിന്റ് ചെയ്യും. ക്യാച്ചിലേക്ക് വരില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഫൈനലിയിലേക്ക് വരും, അലേർട്ട് ചെയ്യും. ഫൈനലി എന്ന് പറയുന്നത് എറർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രണ്ട് എക്സിക്യൂട്ട്. ക്യാച്ച് എന്നുള്ള സെക്ഷനിൽ എറർ ഉണ്ടെങ്കിൽ മാത്രം ആ എറർ ഏതാണോ അതിലേക്ക് എറർ മെസ്സേജ് വന്നിട്ട് എക്സിറ്റ് ചെയ്യും. ഫൈനലി ഉണ്ടെങ്കിൽ ഫൈനലി എക്സിക്യൂട്ട് ചെയ്യും. The error object JavaScript has a built-in error object that provides error information when an error occurs. The error object provides two useful properties, name and message. നമ്മളെ ERR എന്ന് പറഞ്ഞിട്ട് എറർ മെസ്സേജുകൾ ചെയ്തില്ലേ കഴിഞ്ഞ പ്രോഗ്രാമിൽ? ERR എന്ന് പറയുന്ന ഒരു എറർ ഒബ്ജക്റ്റ്. ERR തന്നെ കൊടുക്കണമെന്നില്ല, ഈന്നോ ഏതെങ്കിലും ഒരു വരിക, അതൊരു ഒബ്ജക്റ്റാണ്, എറർ ഒബ്ജക്റ്റാണ്. അതിന് എന്തൊക്കെ പ്രോപ്പർട്ടി ഉണ്ട്? ഇതിൽ നേരത്തെ കഴിഞ്ഞ പ്രോഗ്രാമിൽ നമ്മൾ എറർ മെസ്സേജ് പ്രിന്റ് ചെയ്തിരുന്നു. ERR.message ഇതൊരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ നെയിം എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. എറർ ഒബ്ജക്റ്റിന് രണ്ട് പ്രോപ്പർട്ടീസാണ് നെയിം ആൻഡ് മെസ്സേജ്. നെയിം പ്രോപ്പർട്ടി സെറ്റ് ഓർ റിട്ടേൺസ് എറർ നെയിം, എന്ത് എററാണെന്നുള്ള നെയിം വരും. മെസ്സേജ് സെറ്റ് ഓർ റിട്ടേൺസ് ആൻഡ് എറർ മെസ്സേജ്. ഒരു മെസ്സേജ് എറർ മെസ്സേജ് ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് എന്നുള്ള എറർ മെസ്സേജ് വന്നില്ല, അതുപോലെ മെസ്സേജ് വരും. സ്ട്രിംഗ് വാല്യൂസ് ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. എറർ നെയിം വാല്യൂസ് 6 different values can be returned by error name. ഇവിടെ എറർ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് രണ്ട് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞു. മെസ്സേജ് നേരത്തെ കണ്ടു നമ്മൾ, മെസ്സേജ് എന്താ വന്നത്. അതുപോലെ തന്നെ എറർ നെയിം ഉണ്ട്. എന്ത് ടൈപ്പ് എറർ ആണെന്ന് എറർ നെയിം നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു എറർ വന്നു. അപ്പം അത് എറർ എന്താണെന്ന് അറിയണമെങ്കിൽ ഈ എറർ ഒബ്ജക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ERR എന്നാണെങ്കിൽ എന്താണ്, നമുക്ക് എറർ ഒബ്ജക്റ്റ് നമുക്ക് പേര് കൊടുക്കാം. ആ എറർ ഒബ്ജക്റ്റ് ഡോട്ട് ERR ആണ്, ERR.name നോക്കി കഴിഞ്ഞാൽ ഏത് ടൈപ്പ് എററാണ്, ആ 6 different values ആണ് ഈ എറർ നെയിമിനുള്ളത്. ഓരോ നെയിം നോക്കിയിട്ട് നമുക്ക് അത് ഇന്ന എററാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓരോ എറർ നെയിംസും നമുക്ക് നോക്കാം. eval error. eval error indicates an error in eval function. evaluate എന്നുള്ളതിൻ്റെ eval എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനിൽ നമുക്ക് വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്യാം. അതിലെന്തെങ്കിലും ആ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് അതിലെന്തെങ്കിലും എററാണ് വന്നെങ്കിൽ ഈ എറർ നെയിം നോക്കിക്കഴിഞ്ഞാൽ eval error എന്നായിരിക്കും വരാം. ഇനി റേഞ്ച് എറർ എന്നാണ് എറർ മെസ്സേജ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രോഗ്രാമിൽ നോക്കാം. ഒരു വേരിയബിൾ 1, ഈ 1 എന്നുള്ളത് 2 precision എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ 200 ഡിജിറ്റ്സിൻ്റെ പ്രിസിഷനിൽ 1 പ്രിന്റ് ചെയ്യാന്ന് ഡിസ്പ്ലേ ചെയ്യാൻ അത്രയും സിഗ്നിഫിക്കൻറ്റ്. 200 പോയിന്റ് ആയിട്ടും നമുക്ക് അത്രയും പ്രിസിഷൻ ഒന്നും കിട്ടില്ല. അപ്പം അതൊരു റേഞ്ച് എററാണ്. ഈ ഒരു റേഞ്ച് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല. അപ്പം എന്ത് എററായിരിക്കും വരാം? എറർ നെയിം ദ റേഞ്ച് എറർ എന്നുള്ള എററായിരിക്കും വരാം. റേഞ്ച് എറർ ഈസ് ത്രോൺ ഇഫ് യു യൂസ് എ നമ്പർ ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദ റേഞ്ച് ഓഫ് ലീഗൽ വാല്യൂ. നമുക്കൊരു കൊടുക്കാൻ പറ്റുന്ന വാല്യൂവിനേക്കാളും വലിയ കൂടുതൽ ആ റേഞ്ചിനേക്കാളും ഔട്ട്സൈഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറർ വരുന്നത്. ഈ എറർ നെയിം നോക്കിക്കഴിഞ്ഞാൽ എന്താ, റേഞ്ച് എറർ ആയിരിക്കും. ഇപ്പം എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ ആ എറർ നെയിം നോക്കാം. അപ്പോൾ റേഞ്ച് എറർ ആണെങ്കിൽ ഈ വാല്യൂ ഇതിലും ഈ റേഞ്ചിനേക്കാളും കൂടുതലാണ് മനസ്സിലാക്കാം. പിന്നെ റെഫറൻസ് എറർ വരും. റെഫറൻസ് എറർ വന്ന് നമ്മളിപ്പോൾ ഇവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് x, എന്നിട്ട് x = y+1. y എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല.
അപ്പോൾ വൈ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു എറർ, ഈ പ്രോഗ്രാമിൽ എറർ വരും. ആ എറർ എന്തായിരിക്കും? റെഫറൻസ് എറർ. വൈ എന്ന് പറയുന്ന വേരിയബിൾ റെഫർ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഡിക്ലെയർ ചെയ്തിട്ടില്ല വേരിയബിൾ. റെഫറൻസ് എറർ ഈസ് ത്രോൺ ഇഫ് യു യൂസ് എ വേരിയബിൾ ദാറ്റ് ഹാസ് നോട്ട് ബീൻ ഡിക്ലെയർഡ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിൽ എറർ വന്നാൽ ആ എറർ എന്താണെന്ന് നോക്കണമെങ്കിൽ അത് ട്രൈയിൽ എഴുതാം. കോഴ്സ് നമുക്ക് എറർ വരാൻ സാധ്യതയുള്ള ഭാഗം ട്രൈ എന്നുള്ള സെക്ഷനിൽ എഴുതാം. എന്നിട്ട് ക്യാച്ച് ചെയ്യുക എററിനെ. ക്യാച്ച് എറർ, ആ എററിൻ്റെ നെയിം നോക്കി അറിയാൻ പറ്റും. ആ നെയിം നോക്കി കഴിഞ്ഞാൽ റെഫറൻസ് എററിനാണ് വരണമെങ്കിൽ അത് പിന്നെ റീസൺ ആണെന്ന് മനസ്സിലാക്കാം. കാരണം വേരിയബിൾ എവിടെയെങ്കിലും ഡിക്ലെയർ ചെയ്യാത്ത വേരിയബിൾസ് യൂസ് ചെയ്യുമോ എന്നിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് സിൻടാക്സ് എറർ. സിൻടാക്സ് എറർ, ഈ നെയിം നോക്കി റെഫറൻസ് നെയിംസ് ആണ് സിൻടാക്സ് എറർ ആണ് കണ്ടെങ്കിൽ സിൻടാക്സിൽ എവിടെ എറർ ഉണ്ട്. ടൈപ്പ് എററിനാണ് നെയിം വരണമെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത എറർ നെയിം ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ടൈപ്പ് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ ടൈപ്സിലും എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടാവും. നമ്മളിപ്പോൾ നമ്പർ ഡാറ്റ ടൈപ്പാണ്, അതിനെ 2 അപ്പർ കേസ് 2 ലോവർ കേസ് ഒക്കെ ആകാൻ നോക്കി കഴിഞ്ഞാൽ നമ്പർ സ്ട്രിങ്ങിനെയല്ലേ പറ്റുള്ളൂ. സ്ട്രിങ് ഡാറ്റ ടൈപ്പിനെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടൈപ്പ് എറർ എന്നുള്ള മെസ്സേജ് ആയിരിക്കും വരാം. URI എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം റിസോഴ്സ് ഐഡൻറ്റിഫയർ എററുകൾ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വെബ്സൈറ്റുകളൊക്കെ ഡീകോഡ് ചെയ്യുമ്പോൾ വരുന്ന എററുകളൊക്കെ ആയിരിക്കും URI എറർ വരും. അങ്ങനെ 6 തരത്തിലുള്ള എറർ നെയിംസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരുപാട് എറേഴ്സ് വരും. സിൻടാക്സ് എറർ, റൺ ടൈം എറർ, ലോജിക്കൽ എറർ. ലോജിക്കൽ എറർ കണ്ടുപിടിക്കാൻ കുറച്ച് സമയം പ്രോഗ്രാമിൽ തന്നെ അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി അങ്ങനെ നോക്കേണ്ടി വരും. സിൻടാക്സ് എറർ നോക്കി കണ്ടുപിടിക്കണം. റൺ ടൈം എറേഴ്സിനെ ക്യാച്ച് ചെയ്യാനാണ് ട്രൈ, ക്യാച്ച് ഒക്കെയുള്ള ഉള്ളത്. ട്രൈ, ക്യാച്ച്, ത്രോ, ഫൈനലി പുതിയ വേർഡ്സ് എല്ലാം പഠിച്ചു കാണുമല്ലോ. എറർ ഹാൻഡ്ലിംഗ് എന്ന ഭാഗം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. താങ്ക്സ്.